നമ്മളുടെ AR റഹ്മാന് ഈ കണ്ടകശ്ശേരി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതുക്കും മേലെ പറയില്ലേ. അതാണ് ഇപ്പോൾ AR റഹ്മാന് വന്നിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അദ്ദേഹം വീണ്ടും എയറിൽ നിന്ന് വീണ്ടും ബഹിരാകാശത്തേക്ക് പോയിരിക്കുകയാണ്. അതായത് മോഷണം. മുമ്പ് ആള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും അദ്ദേഹം മോഷ്ടിച്ചിട്ട് ആ മോഷണം പിടിച്ചിട്ട് സുപ്രീം കോടതി കൈയോടെ പിടിച്ചു. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. മുമ്പ് ഈ AR റഹ്മാൻ അടിച്ചു മാറ്റിയ പാട്ടുകളൊക്കെ ഒരു ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു അല്ലെ. അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ വന്നതൊക്കെ ഈ മൈക്കിൾ ജാക്സൺ, മറ്റേ റിക്കി മാർട്ടിൻ, അങ്ങനെയുള്ള ഇംഗ്ലീഷുകാരുടെ പാട്ടുകളൊക്കെയാണ് അടിച്ചു മാറ്റിയത്. അത് പാവം നമ്മുടെ ഇന്ത്യൻസിന് അറിയാൻ ഭയങ്കര വൈകിപ്പോയി. അപ്പൊ ആദ്യ സമയത്ത് അദ്ദേഹം വന്ന ടൈമില് അദ്ദേഹം അടിച്ചു മാറ്റിയ പാട്ടുകളൊക്കെ വളരെ ഹിറ്റായിരുന്നു ഇവിടെ. പക്ഷെ അത് കംപ്ലീറ്റ് മോഷണമാണെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മൊത്തം പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോഴാണ് അദ്ദേഹം മോഷണം നടത്തിയാണെന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഒരു പുതിയൊരു ഫിലിം, അതായത് പൊന്നിയിൻ സെൽവൻ 2 എന്ന് പറഞ്ഞ ഒരു സിനിമയില് ഈ വീരരാജ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് ഞാനിപ്പോ പ്ലേ ചെയ്യുന്നില്ല. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അതില് ഈ ധ്രുപദ് സഹോദരന്മാരുടെ ഒരു പാട്ടുണ്ട്, അതായത് ശിവസ്തുതി ചെയ്യുന്നത്. ആ പാട്ട് അടിച്ചു മാറ്റിയിട്ടാണ് AR റഹ്മാൻ ആ പൊന്നിയിൻ സെൽവനിലെ വീരരാജ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ രണ്ട് പാട്ടിന്റെയും ഞാനൊരു ഇതിടാ, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിട്ടാ, യൂട്യൂബിൽ കിട്ടും ആ രണ്ട് പാട്ടുകളും. രണ്ടും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അതില് ഈ ധ്രുപദ് സഹോദരന്മാര് അതിൽ കേസ് കൊടുക്കുകയും മൊത്തം AR റഹ്മാൻ ഇപ്പോൾ എയറിലാണ്. മനസ്സിലായില്ലേ? അതായത് ഈ ധ്രുപദ് സഹോദരന്മാർ ആരാണെന്ന് ഞാൻ പറയാം ആരാണെന്ന്. ഓക്കെ, എന്താ ധ്രുപദ് സംഗീതം പറഞ്ഞാൽ എന്താണ് എന്ന്. ഓക്കെ, മുമ്പ് AR റഹ്മാൻ അടിച്ചു മാറ്റിയത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് പാട്ടുകളും മറ്റുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും അവര് പരാതി കൊടുക്കില്ല. അപ്പൊ മൈക്കിൾ ജാക്സൺ വന്നിട്ട് AR റഹ്മാന്റെ അടുത്ത് പരാതി കൊടുക്കില്ലല്ലോ, അല്ലെ റിക്കി മാർട്ടിൻ വന്നിട്ട് മൈക്കിൾ ജാക്സന്റെ അടുത്ത് പരാതി കൊടുക്കില്ലല്ലോ. മഡോണ, ജോർജ് മൈക്കിള് അവിടെ ചെറിയൊരു ത്രെഡ് എടുത്തിട്ട് മൂപ്പരങ്ങണ്ട് അടിച്ചു മാറ്റിയാണ് ഇടും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ധ്രുപദ് സഹോദരന്മാര് അല്ലെ ദാഗിർ സഹോദരന്മാർ പറയുന്ന ടീമുകളുടെ സോങ് ആള് അടിച്ചു മാറ്റി. അതായത് ഒരു ശിവസ്തുതിയാണ്. ഓക്കെ, അതങ്ങട് പൊന്നിയിൻ സെൽവൻ 2 ആള് അടിച്ചു മാറ്റിയതാണ് അവിടെ ഒരു പ്രോബ്ലം മാറിയത്. ഓക്കെ, അതായത് ഇവിടുത്തെ ടീമുകൾ അടിച്ചു മാറ്റിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കേസും കൂട്ടമൊക്കെ ആയി. ഇതിപ്പോ നേരത്തെ തന്നെയാണ് AR റഹ്മാൻ മോഷണ കുറ്റത്തില് നേരത്തെ പെടേണ്ട ഒരാളായിരുന്നു. പക്ഷെ അവരെല്ലാം AR റഹ്മാനേക്കാൾ ഫേമസ് ആയതുകൊണ്ടും മൈക്കിൾ ജാക്സൺ വന്നിട്ട് AR റഹ്മാന്റെ അടുത്ത് വന്ന് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് AR റഹ്മാൻ രക്ഷപ്പെട്ടത്. ഈ ധ്രുപദ് സംഗീതം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാട്ടാം. അതായത് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കലിലെ ഒരു ക്ലാസിക്കൽ വിഭാഗമാണ് ഈ ധ്രുപദ് സംഗീതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ധ്രുപദ് സംഗീത ഒരുപാട് ജനറേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് അതില് ഒരാളാണ് ഇതിന് ഈ ശിവസ്തുതി അവരുടെ അടിച്ചു മാറ്റി പറഞ്ഞ് കേസ് കൊടുത്തിരിക്കണം. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായത് വസീഫുദ്ദീൻ ദാഗറിന്റെ പിതാവും അമ്മാവനുമായ പരേതനായ ഉസ്താദ് N ഫയാസുദ്ദീൻ ദാഗറും പരേതനായ ഉസ്താദ് സാഹിറുദ്ദീൻ ദാഗറും ചേർന്ന് ആലപിച്ച ശിവസ്തുതി അടിസ്ഥാനമാക്കിയാണ് ഈ ഗാനം. അതായത് അവിടെ ഈ ധ്രുപദ് സംഗീതം എന്ന് പറയുന്ന മറ്റേ ആ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനിയിലെ ഒരു വിഭാഗത്തിലെ ഒരു ഗായകരുണ്ട്. അവരിനെ ധ്രുപദ് സഹോദരന്മാർ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ധ്രുപദ് സംഗീതം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദാഗിർ സഹോദരന്മാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അവരിലെ ഒരു പേരക്കുട്ടി മറ്റേ വസീഫുദ്ദീൻ ദാഗർ, അദ്ദേഹമാണ് ഇതില് കേസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ അമ്മാവനുമായ പരേതനായ ഉസ്താദ് N ഫയാസുദ്ദീൻ ദാഗറും പരേതനായ ഉസ്താദ് സാഹിറുദ്ദീൻ ദാഗറും ചേർന്ന് ആലപിച്ച ഈ ശിവസ്തുതിയാണ് AR റഹ്മാൻ അടിച്ചു മാറ്റിയ ഈ പൊന്നിയിൻ സെൽവനിലെ ഈ വീരരാജ എന്നുള്ള ആ പാട്ടില് അടിച്ചു മാറ്റിയ അതേ മ്യൂസിക്കാണെന്നാണ് കേസ് കൊടുത്തത്. ഓക്കെ, അതിനെ തുടർന്നാണ് AR റഹ്മാൻ ഈ മോഷണ ഇതില് വളരെ എയറിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോയത്. ഓക്കെ, ഈ ധ്രുപദ് സംഗീതം എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി ഉണ്ടല്ലോ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിലെ അതിലെ ഒരു വിഭാഗമാണ് ഈ ധ്രുപദ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പാരമ്പര്യമായിട്ട് മറ്റേ പാടുന്ന ടീമുകളാണ്. അതില് ഏകദേശം
19th ജനറേഷനാണ് ഈ വസീഫുദ്ദീൻ ദാഗിർ എന്ന് പറയുന്ന വ്യക്തി. ഈ കേസ് കൊടുത്ത ആള് ഇതിലെ 19ാമത്തെ ജനറേഷനാണ്. ആലോചിച്ച് നോക്ക്. അപ്പൊ അവരുടെ പിതാവും അമ്മാവനും പാടിയ പാട്ടുകളാണ് ഈ ശിവസ്തുതി എന്ന് പറയുന്നത്. ഓക്കെ, അതിനങ്ങനെ നേരെ അങ്ങോട്ട് അടിച്ചു മാറ്റിയിരിക്കുകയാണ് AR റഹ്മാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു മാറ്റമില്ല. നിങ്ങൾ ആ സോങ് ശരിക്കും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഈ സംഗീതത്തിന്റെ ABCD അറിയാത്തവനും അത് സംഭവം അടിച്ചു മാറ്റിയാണെന്ന് അറിയാൻ കഴിയും. അതായത് ഇപ്പൊ AR റഹ്മാന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു എന്താ പറയാ, പാട്ട് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക പറയില്ലേ, ആ ഒരു കണ്ടീഷനിലൂടെയാണ് ഇപ്പൊ AR റഹ്മാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഏകദേശം ശങ്കറും AR റഹ്മാനാണല്ലോ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ രണ്ടുപേരും ഏകദേശം ഒരേ അവസ്ഥയിലായിട്ടുണ്ട്. അതായത് ഈ എല്ലാ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞു. മീൻസ് മുമ്പും സ്റ്റോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ അടിച്ചു മാറ്റിയ സോങ്ങുകളാണ്. അപ്പൊ അതിനെ വീണ്ടും പൊടി തട്ടി ഒരു ത്രെഡ് എടുത്തിട്ട് അതിനെ വീണ്ടും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അങ്ങ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു AR റഹ്മാന്റെ. അതായത് എവിടെ നിന്ന് ഒരു സാധനം അടിച്ചു മാറ്റി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ കണ്ടുപിടിക്കും. കാരണം അത്രയും ടെക്നോളജി വളരെ ഇതാണ്, മനസ്സിലായ. അപ്പോൾ അത് അടിച്ചു മാറ്റിയതിനു ശേഷം വേറൊരാളത് കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ ദേഷ്യപ്പെട്ടത് കൊണ്ടോ തന്റെ ജാതിയാണ് പ്രശ്നം, തന്റെ മതമാണ് പ്രശ്നം, മണ്ടേ ചൂടായി റേസ് ആയതുകൊണ്ടോ യാതൊരുവിധ കാര്യമില്ല. അപ്പൊ ശരിക്കും AR റഹ്മാന്റെ കാലം കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അവസാനം ഒരു പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൊന്നിയിൻ സെൽവം പറഞ്ഞ ഒരു മൂവിയായിരുന്നു. അതിപ്പോ കേസ് ഇപ്പോ അവസാന വിധിയിൽ AR റഹ്മാന് പ്രതികൂലമായിട്ടാണ് വിധിയും വന്നിരിക്കുന്നത്. അതായത് പൊന്നിയിൻ സെൽവൻ 2 ഈ പാട്ടെന്ന് പറയുന്നത് വീര രാജ എന്നുള്ള ആ പാട്ട് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തു. മൊത്തം ആകെ എന്താ പറയാ നാറിപ്പോയി അദ്ദേഹം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസൊക്കെ തുടക്കം മുതൽ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയാ അദ്ദേഹം അവഹേളനം നേരിടില്ലായിരുന്നു. മൊത്തം എല്ലാവരും അറിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറുകയും ചെയ്തു. അപ്പൊ ഒരു വലിയൊരു വൻ വീഴ്ചയായി മാറി. ഇനി വീണ്ടും AR റഹ്മാൻ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു സംശയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് AR റഹ്മാന്റെ അവസ്ഥ. അദ്ദേഹം വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെ. അടിച്ചു മാറ്റാണ്ട് സ്വന്തം സൃഷ്ടി അല്ലെ സ്വന്തം കഴിവുകൊണ്ട് എത്തട്ടെ. അതായത് മറ്റുള്ള ആളുകള് അടിച്ചു മാറ്റിയ സോങ്ങുകള് കൊണ്ടുവന്നിട്ട് ഫേമസ് ആകുകയല്ലോ വേണ്ടത്. സ്വന്തം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരട്ടെ. അത് AR റഹ്മാന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പിന്നെ അതിന് തൊട്ട് മുമ്പ് ഞാൻ AR റഹ്മാന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, AR റഹ്മാനെ കുറിച്ചിട്ട് നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്. ഓക്കെ, അതൊന്ന് കാണുക. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.